ഹലോ, നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ബിസിനസ് ഐഡിയ റിലേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റീസെല്ലേഴ്സ് എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ് ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത് റീസെയിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുത്ത് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമ്മൾ റീസെല്ലും തമ്മിൽ എന്താണ് വ്യത്യാസം? റീസെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് ഡയറക്റ്റ്ലി നമ്മുടെ കയ്യിൽ കിട്ടാതെ തന്നെ നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ഓർഡർ കളക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് വഴി ഇവിടെ നിന്ന് നമ്മളത് എത്തിച്ചു കൊടുക്കുന്നതാണ് റീസെല്ലിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കാണിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഒരു റെഡ്യൂസ്ഡ് റേറ്റിലായിരിക്കും നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക, റേറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 2 ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ റീസെയിലിൻ്റെ ഗ്രൂപ്പും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഗ്രൂപ്പായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ഫോട്ടോസും അതുപോലെ റേറ്റും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റായിരിക്കും റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിലുണ്ടാവുക. റീസെല്ലിങ്ങിനേക്കാളും കുറച്ചും കൂടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും റീസെയിലിൻ്റെ ഗ്രൂപ്പിൽ കേട്ടോ. ഇനി റീസെയിലിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. റീസെല്ലിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ മനസ്സിലാവും കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പം റീസെല്ലിംഗ് എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് റീസെയിൽ, നമ്മൾ ഹോൾസെയിൽകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതിനെയാണ് കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കേട്ടോ റീസെയിൽ എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് ഓർത്ത് പറഞ്ഞതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഒരു ഹോൾസെയിലേഴ്സിൻ്റെ അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിമം എമൗണ്ട് ഉണ്ടാവും. ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി മിനിമം ഇത്രത്തോളം ക്വാണ്ടിറ്റീസ് എടുക്കണം എന്നുണ്ടാവും. അപ്പം നമ്മുടെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിമിറ്റും ഇല്ല. 2 ലിമിറ്റും ഇല്ല എന്നല്ല, ഒരു ലിമിറ്റുണ്ട്. മിനിമം എമൗണ്ട് എന്നുള്ളൊരു ലിമിറ്റ് മാത്രമാണ് നമുക്കുള്ളൂ. ആ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 10,000, 20,000, 25,000 ഒന്നുമല്ല, ജസ്റ്റ് 5,000 രൂപ മാത്രമാണ്. നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മിനിമത്തിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടത്. അപ്പോൾ നിങ്ങളൊരു 5,000 രൂപയാണ് ആകെ മുടക്കേണ്ടതുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി റിക്വയർമെൻറ്റ് ഇല്ല. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ, 5,000 രൂപ മിനിമമാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എത്രയ്ക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്ട്സ് എടുക്കുന്ന സമയത്ത് സെയിം മോഡൽ, സെയിം ഡിസൈൻ, സെയിം പാറ്റേൺ, സെയിം കളറ് 4 സൈസിലായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ ഒരു സെറ്റായിട്ടായിരിക്കും എടുക്കേണ്ടി വരുന്നത്. നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തുനിന്നോ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തുനിന്നോ പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ നമ്മൾ ഒരു സെറ്റ് വൈസ് എടുക്കണം എന്നാണ് എല്ലാവരും പറയുക. ഒരു സെറ്റ് എന്ന് പറയുമ്പം 4 സൈസായിരിക്കും, സെയിം കളർ, സെയിം പ്രൊഡക്റ്റ്, സെയിം മോഡൽ, സെയിം ഡിസൈൻ, എല്ലാം സെയിം ആയിരിക്കും, കളറും സെയിം ആയിരിക്കും. പക്ഷേ 4 സൈസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ 4 സൈസ് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ സൈസും സെയിലാവണം, നമ്മുടെ ഒരു ഏരിയയിൽ എല്ലാ സൈസും സെയിലാവണം എന്നില്ല. അല്ലെങ്കിൽ ഒരു സെയിം കളറാകുമ്പോൾ തന്നെ അതൊരു യൂണിഫോം പോലെ ആയിപ്പോവില്ല അടുത്തടുത്തുള്ള ആളുകളൊക്കെ അത് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാരാകുമ്പോൾ. അപ്പോൾ ഈ 5,000 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സെറ്റ് വൈസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സെറ്റിൽ സാധാരണ 4 ഡിഫറെൻറ്റ് സൈസ് എന്ന് പറയുമ്പം സ്മോൾ തൊട്ടാണ് തുടങ്ങുന്നതെങ്കിൽ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. അതല്ല മീഡിയത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയായിരിക്കും 4 സൈസസ് വരുന്നത്. പക്ഷേ നമ്മുടെ അടുത്തുനിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസൈൻ, ഒരു മോഡൽ ഇഷ്ടപ്പെട്ടു, ആ ഒരു ഡിസൈൻ്റെ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒറ്റ ഒരു സൈസ് മാത്രമാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് മാത്രം എടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് പല മോഡൽസ്, 100-ലധികം മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്, പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്, പ്ലസ് റണ്ണിങ് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം, ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് മാത്രം, ഇഷ്ടപ്പെട്ട കളറ് മാത്രം, ഇഷ്ടപ്പെട്ട മോഡൽ മാത്രം, അതുപോലെ വേണ്ട സൈസ് മാത്രം, ആ ഒരു രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ സെറ്റ് വൈസ് എടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല. ഇനി ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആ മോഡലിൻ്റെ 2 കളേഴ്സ് ഇഷ്ടപ്പെട്ടു, 2 സൈസ് മാത്രമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാം.
അങ്ങനെ സെറ്റ് വൈസ് എടുക്കാതെ അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താണ് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കുർത്തീസ് എടുക്കാം, ഹാൻഡ് വർക്ക് ഉള്ളത് എടുക്കാം, അല്ലെങ്കിൽ സ്ലിറ്റഡ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നൈറ്റീസോ നൈറ്റി ബിഡ്സോ അങ്ങനെ എല്ലാ ഐറ്റംസും കൂട്ടി നിങ്ങൾക്ക് ഒരു 5,000 എമൗണ്ട് എത്തിച്ചാൽ മതിയാവും. അതല്ലാത്ത പക്ഷം നമ്മൾ പുറമേ നിന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പം മിനിമം എമൗണ്ട് ഒരു 5,000 ഉള്ള ഷോപ്പാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ 5,000 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഒരു 500 രൂപയാണ് ഒരു ആവറേജ് പറയാൻ കേട്ടോ. ഒരു 500 രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 4 എണ്ണമാണ് വരുന്നത് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ 4 പ്രൊഡക്റ്റിനും കൂടെ 2,000 രൂപ. നമുക്ക് ആകെ 5,000 രൂപയ്ക്ക് 8 പ്രൊഡക്റ്റ്സ് മാത്രമാണ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം അടുത്തൊരു 4 എണ്ണം കൂടെ വാങ്ങിച്ച് കഴിയുമ്പോൾ ടോട്ടൽ 6,000 രൂപയായി മാറും. മറിച്ച് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 8 പ്രൊഡക്റ്റും പിന്നെ ഒരു 2 എണ്ണം കൂടി ഉണ്ടാവുമല്ലോ, 10 പ്രൊഡക്റ്റ് നമുക്ക് ടോട്ടൽ എടുക്കാനും പറ്റും. 10 സൈസുള്ള പ്രൊഡക്റ്റ് മീൻസ് ഡിഫറെൻറ്റ് സൈസ് എന്നല്ല, 10 ടൈപ്പ് പ്രൊഡക്ട്സ് എടുക്കാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് പ്രസൻറ്റ് ചെയ്യുന്ന സെയിം റേറ്റ് ആയിരിക്കില്ല റീസെല്ലേഴ്സിനും റീസെയിൽ ചെയ്യുന്നു ഇപ്പം ഞാൻ ഈ പറയുന്ന ഓപ്ഷനിലുള്ള ആളുകൾക്കും വരുന്നത്. അപ്പോൾ റീസെല്ലിങ്ങിന് കുറച്ചും കൂടുതലായിരിക്കും റീസെയിലിനെ അപേക്ഷിച്ച്, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ അതിൻ്റെ ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ റീസെല്ലിങ്ങിനെ അപേക്ഷിച്ച് റീസെയിലിനുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾക്കത് മെറ്റീരിയൽസ് എടുക്കുന്ന ആളുകൾക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ല ഡയറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പ്രൊഡക്റ്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാനും പറ്റും. കാരണം ആളുകളിലേക്ക് എത്തിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക, പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇതാണെന്ന് കാണിക്കുന്നതിനേക്കാൾ പ്രൊഡക്റ്റ് നേരിട്ട് കണ്ട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് കൂടുതലായിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു റീസെയിലിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാറിപ്പോവരുത്. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്, നിങ്ങൾക്ക് 1 രൂപ പോലും ഇല്ലാതെ ബിസിനസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ റീസെല്ലിംഗ് എന്നുള്ളൊരു ഗ്രൂപ്പിലാണ് ചേരേണ്ടത്. അതല്ല നിങ്ങൾ 5,000 മുടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീസെയിലിൻ്റെ ഗ്രൂപ്പിലാണ് കേട്ടോ ചേരേണ്ടത്. ഇനി നമുക്കിനി റീസെയിൽ ചെയ്യാൻ ഈ ഒരു 5,000 ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല, എന്ത് ചെയ്യുന്ന അറിയില്ല എന്നുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ടാവും കുറേ പേരെങ്കിലുമൊക്കെ. അങ്ങനെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പം റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ഫോട്ടോസും അതുപോലെ റേറ്റും അപ്ഡേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് കസ്റ്റമറിലേക്ക് എത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിലും കമ്മീഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കാണാത്തവരുണ്ടെങ്കിലോ എന്നോർത്ത് ഒന്നും കൂടെ പറയുകയാണ്. നമ്മൾ ആ ഗ്രൂപ്പിലിടുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെയ്യുക. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് മീഡിയാസ് ഉണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട്. അപ്പോൾ അതിലേത് ത്രൂ വേണമെങ്കിലും നിങ്ങൾക്കതിനെ എന്താ പറയുക മാർക്കറ്റിംഗ് ചെയ്യാം. അതിനുശേഷം കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ കിട്ടുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക റീസെല്ലിംഗ് റേറ്റിനേക്കാൾ നിങ്ങളുടെ കമ്മീഷനും കൂടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ കസ്റ്റമറിൻ്റെ അടുത്ത് പറയാൻ. അങ്ങനെ നിങ്ങൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് റേറ്റ് കളക്ട് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങളുടെ കമ്മീഷൻ എടുത്തതിന് ശേഷം നമ്മുടെ റേറ്റ് മാത്രം പ്ലസ് ഷിപ്പിംഗ് നമുക്ക് അയച്ചു തരിക. അതിൻ്റെ കൂടെ കസ്റ്റമറിൻ്റെ അഡ്രസ്സും അയക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കസ്റ്റമറിന് ഡയറക്റ്റ് ആയിട്ട് ഐറ്റം അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്കൊരു 100 രൂപയൊക്കെ സിമ്പിളായിട്ട് റൺ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് 100 രൂപ വെച്ച് ഒരാഴ്ച നിങ്ങൾക്കൊരു 10 ഓർഡർ കളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക. ഒരു മാസം കൊണ്ട് സിമ്പിളായിട്ട് ഒരു 40 ഓർഡറൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് 40 ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു 4,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു 2 മാസം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയാണ് ഒരു 5,000 രൂപയ്ക്ക് ഈസി ആയിട്ട് മാസത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു എമൗണ്ട് വെച്ച് നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് എന്താ ചെയ്യുക, റീസെയിലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കുറേ പ്രൊഡക്ട്സ് കളക്റ്റീവായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസ് കാണിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി പ്രൊഡക്റ്റ് നേരിട്ട് കണ്ട് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതലായിട്ട് നമുക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ്റും.
അതുവഴി നമുക്ക് കൂടുതലായിട്ട് സെയിൽ കിട്ടാനും നമുക്ക് ഏർണിങ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പൈസ മുടക്കി നമുക്ക് ചിലപ്പം ചില വീട്ടമ്മമാർക്കൊക്കെ പൈസ കയ്യിൽ നിന്ന് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ സക്സസ് ആവാനായിട്ട് പറ്റും. 1 രൂപയെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുക എന്നുള്ളത് എല്ലാ ആൾക്കാരുടെയും സ്വപ്നമായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോവാം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഇല്ലാത്ത ആൾക്കാർ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യം ഉണ്ടായെങ്കിൽ തന്നെയും കയ്യിൽ ക്യാഷ് ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ റീസെല്ലിംഗ് ഗ്രൂപ്പിലും കൂടെ ആഡ് ചെയ്യുക, ജോയിൻ ആവുക. ഇനി രണ്ടും ചെയ്യാൻ താല്പര്യമുള്ളവർ 2 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഡിഫറൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ 8ഓ 10ഓ പ്രൊഡക്റ്റ് മാത്രം വയ്ക്കാതെ, അതായത് ഒരേപോലത്തെ നമ്മൾ ഇപ്പോൾ സെറ്റ് വൈസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റാണ് ആകെ കിട്ടുന്നുണ്ടാവുക, 2 ടൈപ്പ് പ്രൊഡക്റ്റ്, പല സൈസ് ഉണ്ടെന്നല്ലേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ഐറ്റം വയ്ക്കാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് പാറ്റേൺസിലും ഡിഫറെൻറ്റ് കളേഴ്സിലും ഒക്കെ അവൈലബിൾ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കാണിക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈസ് വേരിയേഷൻസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് അവൈലബിൾ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ഒരു പ്രൊഡക്റ്റ് നമുക്ക് കസ്റ്റമറിനെ കാണിക്കുക, നമ്മുടെ കയ്യിലുള്ളത് ലാർജ് ആണെന്നിരിക്കട്ടെ, ചിലപ്പോൾ കസ്റ്റമറിന് വേണ്ടത് എക്സൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ടൈം ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സൽ എടുത്താൽ മതിയല്ലോ. അപ്പം 10 വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിക്കാനായിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ബിസിനസ്സിന് നമുക്ക് കുറച്ച് ഗ്രോത്ത് കൂടുതലായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, കുറേ ഐറ്റംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവാകുമ്പോൾ നമുക്ക് ബിസിനസ്സിന് ഗ്രോത്ത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 2 ചാൻസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. ഇന്നത്തെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ റേറ്റ് കുറച്ചിട്ട് 2 പ്രൊഡക്ട്സ് കാണിക്കുന്നുണ്ട്, 2 ടൈപ്പ് പ്രൊഡക്ട്സ് കാണിക്കുന്നുണ്ട്. മെറ്റീരിയൽസ് ആണ് കേട്ടോ. അത് 3 ദിവസത്തേക്കുള്ളൊരു ഓഫറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മിനിമലായിട്ട് ഓഫറുകൾ വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് മുതലാണ് നമ്മൾ ചെയ്യാനിരുന്നത് ആക്ച്വലി, പക്ഷേ നാളത്തേക്കാണ് നമ്മളതിനെ പോസ്റ്റ്പോൺ ചെയ്യുകയാണ് കേട്ടോ. നാളെ മുതലാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊഡക്ട്സ് ഇട്ട് തുടങ്ങുക. അപ്പോൾ ഇന്നും കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ 2 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യണം എന്നുള്ളവർ 2 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അതല്ല ഒരു ഗ്രൂപ്പിൽ മാത്രം മതി എന്നുള്ളവർക്ക് ഒരു ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അതായത് റീസെല്ലിംഗ് ആകുമ്പോൾ ഒട്ടും സ്ട്രെസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 രൂപ പോലും മുടക്കാതെയാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ റീസെയിൽ ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് അതുവഴി കുറച്ചും കൂടി കൂടുതലായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, കൂടുതലായിട്ട് ബിസിനസ് ചെയ്യാനും ഏൺ ചെയ്യാനും ഒക്കെ പറ്റട്ടെ. 2025 എന്ന് പറയുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്നൊരു ഒരു നല്ലൊരു വർഷം ആവട്ടെ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.